വളരെ മനോഹരമായ കാഴ്ച. റോഡിൻ്റെ ഇരുവശങ്ങളിലും കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾ. നമ്മളൊക്കെ വളരെ കൗതുകത്തോടെ മരുഭൂമിയിലെ കപ്പലെന്ന് ഇവയെ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ മനുഷ്യ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. എങ്ങനെയാണ് ഒട്ടകങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അവർ ആലോചിക്കുന്നില്ലയോ? അതായത് അള്ളാഹു പറയാണ്, വളരെ അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് ഒട്ടകത്തിന് നാം നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ, അതായത് അതികഠിനമായ ചൂടുള്ള മണലാരണ്യത്തിലൂടെ സഞ്ചരിക്കാനാവശ്യമായ കാൽപാദങ്ങളും ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്ന രോമവും തൊലിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ കഠിനമായ ചൂടിലൂടെ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ സഞ്ചരിക്കാൻ അവർക്ക് കഴിയും. ഒരുപാട് ഭാരം ചുമക്കാനും അതേറ്റി ഒരുപാട് കിലോമീറ്ററുകളോളം നടക്കാനും അതിനനുയോജ്യമായ കാലുകളുമാണ് അവർക്കുള്ളത്. സ്വാഭാവികമായും മണലാരണ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മണൽക്കാറ്റിൽ നിന്നും പൊടിക്കാറ്റിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കാനുള്ള പീലികളും അതിനനുയോജ്യമായ പാടയും കണ്ണിന് അള്ളാഹു നൽകി. മുൾച്ചെടികൾ തിന്നാനുള്ള അതിനനുയോജ്യമായ ചുണ്ടുകളും വായും നൽകി അള്ളാഹു അതിനെ അനുഗ്രഹിച്ചു. ഒട്ടകങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫീച്ചറുകളും ആർട്ടിക്കിൾസും വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഈ ചലഞ്ചിങ് നമുക്ക് മനസ്സിലാവും.